അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. ബദറിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബാക്കളും മദീനയിലേക്ക് പലായനം ചെയ്തു പോയപ്പോൾ സഹാബാക്കളിൽ മുഹാജിറുകളിൽ പലർക്കും മക്കയിൽ സമ്പത്തുകളും വീടും കുടുംബവുമെല്ലാം ഉണ്ടായിരുന്നു. കുടുംബങ്ങളെ കൂട്ടത്തിൽ കൂട്ടാനോ അല്ലെങ്കിൽ സമ്പത്തുകൾ കൊണ്ടുപോകാനോ അവരുടെ വീടുകളോ മറ്റ് വസ്തുക്കളോ എല്ലാം വിറ്റഴിക്കാനോ ഒന്നും മക്കക്കാർ സമ്മതിച്ചില്ല. അവരെല്ലാം ഉപേക്ഷിച്ച് ഇവിടെ നിന്നും പോകേണ്ടി വന്നു. യഥാർത്ഥത്തിൽ ഹിജറ എന്ന് പറയുന്നത് അതിനാണ്. തൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് മാറി താമസിക്കുന്നതിനല്ല ഹിജറ എന്ന് പറയുന്നത്. ഹിജറ എന്നാൽ താമസിക്കുന്ന സ്വന്തം നാട്ടിൽ നിന്നും തൻ്റെ നാടും തൻ്റെ വീടും തൻ്റെ സമ്പത്തുകളും എന്തെല്ലാം തനിക്കവിടെ ഉണ്ടായിരുന്നു ആ മുഴുവൻ പ്രസ്ഥാനങ്ങളുമെല്ലാം ഉപേക്ഷിച്ച് ഇനി ഒരിക്കലും അതിലേക്ക് തിരിച്ചു വരാനുള്ള പ്രതീക്ഷയില്ലാതെ മുഴുവനും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒഴിവാക്കിക്കൊണ്ട് തൻ്റെ ദീനും ഈമാനും സംരക്ഷിക്കുന്നതിന് വേണ്ടി സുരക്ഷിതമായ നാട്ടിലേക്ക് പലായനം ചെയ്ത് സ്വന്തം നാടിനെ ഉപേക്ഷിച്ച് പിന്നെ ഒരിക്കലും വരാനുള്ള ഉദ്ദേശമില്ലാതെ പോകുന്നതിനാണ് ഹിജറ എന്ന് പറയുന്നത്. കേൾക്കാൻ എളുപ്പമുണ്ടെങ്കിലും പ്രവൃത്തിപഥത്തിൽ വരുമ്പോൾ അസാധ്യമായ കാര്യമാണ് അത്ര ഉറച്ച ഈമാനുള്ള ആളുകൾക്കല്ലാതെ. സഹാബാക്കളായ മുഹാജിരീങ്ങളായ ആളുകളുടെ ഈമാനിന്റെ ബലം, അവരുടെ ഈമാനിന്റെ ശക്തിയും ഉറപ്പുമെല്ലാം ധാരാളം സഹാബാക്കളുടെ സംഭവങ്ങളിൽ നിന്നും നാം കേട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ബിലാൽ ഇബ്നു റബാഹ് അൽ ഹബ്ശി, സുഹൈബ് റൂമി, അമ്മാർ ഇബ്നു യാസിർ, ഖബ്ബാബ് ഇബ്നു അൽ അറദ്, ഇതുപോലത്തെ ധാരാളം സഹാബാക്കൾ അവർ അനുഭവിച്ച കഷ്ടതയും അവർ ഈമാനിനെ കാത്തുസൂക്ഷിക്കാൻ വേണ്ടി സഹിച്ച അക്രമങ്ങളും ഉപദ്രവങ്ങളുമെല്ലാം ചരിത്ര പ്രസിദ്ധമാണ്. ഇതൊന്നും ആരോടും ഇനി പറഞ്ഞറിയിക്കേണ്ട കാര്യവുമല്ല. ഇങ്ങനെ സർവ്വതും വിട്ട് ഒഴിഞ്ഞു പോകുന്നതിനാണ് ഹിജറ എന്ന് പറയുന്നത്. സഹാബാക്കൾ അതിനാണ്, അത്ര വലിയ ത്യാഗത്തിനാണ് തയ്യാറായത് അവരുടെ ഈമാനിനെ സംരക്ഷിക്കാൻ. അങ്ങനെ സഹാബാക്കൾ മുഴുവൻ സമ്പത്തുകളും ഇവിടെ വിട്ടിട്ടുപോയി. അത് മുഴുവൻ മക്കക്കാരായ ആളുകൾ മുശ്രിക്കുകൾ കൈക്കലാക്കി. അവരും സമ്പത്ത് അവർക്കുമുണ്ടായിരുന്നു. അങ്ങനെ മക്കക്കാർ ആലോചിച്ച് തീരുമാനമെടുത്ത ഒരു കാര്യമാണ് മദീനയെ യുദ്ധം ചെയ്യുകയും മുസ്ലിമീങ്ങൾക്കെതിരിൽ പോരാടി അവരെ നശിപ്പിക്കുകയും ചെയ്യണമെങ്കിൽ അതിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും നാം ഒരുക്കണം. യുദ്ധസന്നാഹങ്ങൾ ധാരാളമായി ഒരുക്കേണ്ടി വരും. അതിന് വലിയ സാമ്പത്തികമായ ബാധ്യതയുണ്ട്. അതിന് സമ്പത്ത് ശേഖരിക്കാനുള്ള മാർഗം കണ്ടെത്തണം എന്ന് തീരുമാനിച്ച് മക്ക മുശ്രിക്കീങ്ങൾ കണ്ടെത്തിയ ഒരു മാർഗമാണ്, അവർ സാധാരണ നിലയിൽ അവരുടെ കച്ചവട സംഘങ്ങൾ സിറിയയിലേക്കും മറ്റും പോയി അവിടുന്ന് ആവശ്യ വസ്തുക്കൾ കൊണ്ടുവന്ന് മക്കയിൽ കച്ചവടം ചെയ്ത് ലാഭം കരസ്ഥമാക്കുന്ന പതിവാണ് അവർക്കുള്ളത്. അവരുടെ കച്ചവട കേന്ദ്രമാണ് സിറിയ. സിറിയയിലേക്ക് പോയി അവിടെ നിന്നെല്ലാം ധാരാളം സാധനങ്ങൾ മക്കയിലേക്ക് ഇറക്കുമതി ചെയ്ത് അവിടെ കച്ചവടം ചെയ്ത് ജീവിക്കലാണ് മക്കക്കാരുടെ തൊഴിൽ. ഇതിനെ സംബന്ധിച്ച് ആലോചിച്ച് മക്കക്കാർ തീരുമാനമെടുത്തു, ഇനി നമുക്ക് വലിയ ഒരു സംഘത്തെ സിറിയയിലേക്ക് അയക്കണം. അവിടെ ചെന്ന് ധാരാളം സാധനങ്ങൾ ശേഖരിച്ചു കൊണ്ടുവന്ന് മക്കയിൽ ബിസിനസ് നടത്തി അതിൽ നിന്ന് ധാരാളം ലാഭമുണ്ടാക്കണം. ലാഭമുണ്ടാക്കി കിട്ടുന്ന ലാഭം മുഴുവനും മുസ്ലിമീങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി യുദ്ധസന്നാഹങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കണമെന്നവർ തീരുമാനമെടുത്തു. അങ്ങനെ മക്കയിൽ വിളംബരം ചെയ്യുകയും മക്കയിലെ ഒരു കുടുംബവും ഒഴിവാകാതെ മക്കക്കാരായ മുഴുവൻ കുടുംബക്കാരുടെയും ഭാഗഭാഗം അവരുടെ എല്ലാവരുടെയും പങ്ക് ഈ കച്ചവട സംഘത്തിൽ ഉണ്ടാകണമെന്നവർ തീരുമാനിക്കുകയും മുഴുവൻ ആളുകളും അവരെ കൊണ്ട് സാധിക്കുന്ന തരത്തിൽ ഈ കച്ചവട സംഘത്തിന് സമ്പത്ത് നൽകുകയും ചെയ്തു. കാരണം ഇസ്ലാമിനെ നശിപ്പിക്കാൻ, മുസ്ലിമീങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള യുദ്ധത്തിൻ്റെ ഒരുക്കമാണ്, സന്നാഹമാണ് അവർ അത് ചെയ്തത്. അങ്ങനെ മുഴുവൻ കുടുംബങ്ങളിൽ നിന്നും ശേഖരിച്ച വലിയ സമ്പത്തിൻ്റെ കൂമ്പാരവുമായി
സിറിയയിൽ പോയി ധാരാളം വസ്തുക്കൾ വാങ്ങി വന്ന് കച്ചവടം ചെയ്യണമെന്നുള്ള ലക്ഷ്യത്തോടെ അബൂ സുഫിയാനിന്റെ നേതൃത്വത്തിൽ, അന്നത്തെ വലിയ കച്ചവടക്കാരനും വലിയ കച്ചവട തന്ത്രങ്ങളെക്കുറിച്ച് ആടവമുള്ള ആളുമായിരുന്നു അബൂ സുഫിയാൻ. വലിയ ബിസിനസ്സുകാരനായിരുന്നു. അതുകൊണ്ട് വലിയ കുടുംബ നേതൃത്വവുമുള്ള ആളായിരുന്നതുകൊണ്ട് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ, അന്ന് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. ഹിജറ 8-ാം വർഷം മക്ക വിജയത്തിന്റെ സമയത്താണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നത്. അതിനു മുമ്പ് ഇസ്ലാമിന്റെ ശത്രുവായി തന്നെ കഴിഞ്ഞുകൂടിയ ആളായിരുന്നു ആ കാലത്ത്. അതുകൊണ്ട് മക്ക മുശ്രിക്കീങ്ങൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വലിയ ഒരു സംഘത്തെ തയ്യാറാക്കി സിറിയയിലേക്ക് കച്ചവടത്തിന് വേണ്ടി അയച്ചു. മക്കക്കാരുടെ മുഴുവൻ സമ്പത്തുകളും ഉണ്ടായിരുന്നത് കൊണ്ട് വലിയ സമ്പത്തിന്റെ ശേഖരവുമായിട്ടാണ് അവർ സിറിയയിലേക്ക് പോയത്. ഇങ്ങനെ മദീനയെയും ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും നശിപ്പിക്കാൻ വേണ്ടിയുള്ള സന്നാഹങ്ങൾ ഒരുക്കുന്നതിന് ആവശ്യമായ കച്ചവടത്തിന്റെ സമ്പത്തുകൾ മുഴുവനും ശേഖരിച്ചുകൊണ്ട് സിറിയയിലേക്ക് കച്ചവടത്തിനായി വലിയ സംഘം മക്കയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കിട്ടുകയും മദീന വഴിയല്ലാതെ സിറിയയിലേക്കന്ന് പോകാൻ മാർഗമില്ല. മക്കയിൽ നിന്ന് സിറിയയിലേക്ക് കച്ചവടത്തിന് പോകുന്ന ആളുകൾ മദീന വഴിയാണ് പോകുന്നത്. ഇസ്ലാമിന്റെ ആവിർഭാവത്തിന് മുമ്പ് സിറിയയിലേക്ക് കച്ചവടത്തിന് പോകുന്ന ആളുകൾ മദീന വഴി പോകുമ്പോൾ മദീനയിൽ അവർ ചെന്ന് താമസിക്കുകയും മദീനക്കാരായ അൻസാരികളായ പല സഹാബാക്കളുമായിട്ട് മക്കക്കാർക്ക് അങ്ങനത്തെ വലിയ സുഹൃത്ത് ബന്ധവും ഉണ്ടായിരുന്നു. അവർ സ്ഥിരമായ നിലയിൽ യാത്രയിൽ പോയി അവിടെ ഇറങ്ങി താമസിക്കുന്ന അവരുടെ കൂട്ടുകാര്, സുഹൃത്തുക്കൾ മദീനയിൽ ഉണ്ടായിരുന്നു. അൻസാരി സഹാബാക്കളിൽപ്പെട്ട പലരും ഇവരുടെ സുഹൃത്തുക്കളുമായിരുന്നു. അങ്ങനെ മദീന വഴിയല്ലാതെ സിറിയയിലേക്ക് കച്ചവടത്തിന് പോകാൻ അവർക്ക് വഴിയില്ല. മദീന വഴി കടന്നു പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിവരമറിഞ്ഞ് പദ്ധതിയിട്ടു. സിറിയയിലേക്ക് കച്ചവടത്തിനായി വലിയ സമ്പത്തിന്റെ ശേഖരവുമായി പോകുന്ന ഈ കച്ചവട സംഘത്തെ വഴിയിൽ തടയുകയും മദീനയുടെ പരിസരത്ത് വെച്ച് തടഞ്ഞ് അവരുടെ സമ്പത്തുകൾ പിടികൂടി അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ആ ലക്ഷ്യം നശിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തീരുമാനിച്ച് കുറെ സഹാബാക്കളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവരെ പിടികൂടാൻ മദീനയിൽ നിന്ന് വലിയ വിളംബരമോ പരസ്യമോ ഒന്നുമില്ലാതെ പുറപ്പെട്ടു. കാരണം കച്ചവട സംഘത്തിൽ കുറഞ്ഞ ആളുകളെ ഉണ്ടാവുകയുള്ളൂ, വലിയ സന്നാഹങ്ങളൊന്നും അവർക്കുണ്ടാവുകയില്ല. അപ്പൊ അവരെ പിടികൂടുക എന്നുള്ളത് എളുപ്പമായതിന്റെ പേരിൽ അവിടെ വെച്ച് തന്നെ മുളയിലേ അത് നുള്ളിക്കളയാം, ഇസ്ലാമിനെ നശിപ്പിക്കാനുള്ള ഈ ഒരുക്കങ്ങൾക്ക് തടയിടാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തീരുമാനിച്ച് കുറെ സഹാബാക്കളുമായി ഇവരെ പിടികൂടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ നിന്ന് യാത്ര തിരിച്ചു. അങ്ങനെ ഇവരെ പിടികൂടാമെന്ന് വിചാരിച്ച് വന്നെത്തിയ സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബാക്കളും എത്തിയപ്പോൾ അവർ അവിടെ നിന്ന് കടന്നു പോയിരുന്നു. സിറിയയിലേക്കുള്ള വഴിയിൽ അവർ മുന്നോട്ട് കടന്നു പോയിരുന്നു. അതുകൊണ്ട് ഇവരെ പിടികൂടാൻ സാധിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബാക്കളും തിരിച്ചു മദീനയിലേക്ക് മടങ്ങി. അങ്ങനെ അവർ സിറിയയിലേക്ക് കച്ചവടത്തിന് പോകാൻ അവർക്ക് അവസരം കിട്ടി. അവർ കടന്നു പോവുകയുണ്ടായി. അന്നു മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കച്ചവട സംഘം തിരിച്ചു വരുന്നത് കാത്ത് അതന്വേഷിച്ച് എപ്പോഴാണ് ഇതുവഴി കടന്നു പോവുക എന്നുള്ള വിവരം അന്വേഷിച്ചുകൊണ്ട് തന്നെ അതിനെ അന്വേഷിക്കാൻ ആളുകളെയും ഏൽപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ഇവരെപ്പോഴാണോ തിരിച്ചു വരുന്ന സമയത്തെങ്കിലും അവരെ പിടികൂടാമെന്നുള്ളതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ലക്ഷ്യം. യഥാർത്ഥത്തിൽ യുദ്ധമല്ല ലക്ഷ്യം. യുദ്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അജണ്ടയിലെ ഇല്ലാതിരുന്ന ഒരു കാര്യമാണ്. യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്ക മുശ്രിക്കുകളെ പിന്തിരിപ്പിക്കുകയും അവരെ അതിൽ നിന്ന് തടയുകയും ചെയ്യുക, അതിനാവശ്യമായ സന്നാഹങ്ങൾ ഒരുക്കുന്നതിൽ നിന്ന് അവരെ തടയുക എന്നുള്ളതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ലക്ഷ്യം. ഒരിക്കലും യുദ്ധം ലക്ഷ്യമേ അല്ല. അതിനുവേണ്ടിയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തയ്യാറായത്. അപ്പോൾ ബദർ യുദ്ധത്തിന്റെ പശ്ചാത്തലം ഇതായിരുന്നു. എങ്ങനെയാണ് ബദർ യുദ്ധത്തിലേക്ക് പിന്നീട് ആ സംഭവം ചെന്നെത്തുന്നത്? അല്ലാതെ ആദ്യമേ യുദ്ധം ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുറെ സഹാബാക്കളെയും കുറെ ആയുധ ശേഖരവും ഒക്കെ നടത്തി. മക്കക്കാരെ പിടികൂടാൻ വേണ്ടി നബി തങ്ങൾ പുറപ്പെടുകയും
നബിതങ്ങൾ എന്നിട്ട് അവരെ വന്ന് പിടികൂടുകയും ചെയ്തു, യുദ്ധം ചെയ്തു എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. അങ്ങനെ ഒന്നും ഒരു സംഭവവും ഉണ്ടായിട്ടില്ല. ബദറിന്റെ പശ്ചാത്തലം ഇതാണ്. ഇത് നാം ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതിനുശേഷമാണ് ബദർ എങ്ങനെ ഉണ്ടായി, എങ്ങനെ നടന്നു, എങ്ങനെയാണ് ബദറിൽ യുദ്ധം നടന്നത് എന്നുള്ളതിനെ കുറിച്ച് നാം മനസ്സിലാക്കുന്നത്. കാര്യങ്ങൾ നേരായ നിലയിൽ മനസ്സിലാക്കാനും ചിന്തിക്കാനും അല്ലാഹു തആല നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ.